ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോബ് സീക്കർ വിസയെക്കുറിച്ചാണ്. അതായത് നമ്മളിൽ പലരും യു എയിലോട്ട് ജോലിയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരുന്നത് വിസിറ്റിംഗ് വിസയൊക്കെ എടുത്താണ്. പക്ഷേ വിസിറ്റിംഗ് വിസയെക്കാളിലും ചീപ്പറായിട്ടുള്ള ഒരു വിസയാണ് ഈ ജോബ് സീക്കർ വിസ എന്ന് പറയുന്നത്. അതായത് യു എ ഗവൺമെൻറ് ജോലി അന്വേഷിച്ച് വരുന്നവർക്ക് വേണ്ടി മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു വിസയാണ് ഈ ജോബ് സീക്കർ വിസ എന്ന് പറയുന്നത്. ഇത് വിസിറ്റിംഗ് വിസ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചീപ്പറാണ്. അതായത് 2 മാസത്തേക്ക് ഈ ജോബ് സീക്കർ വിസയ്ക്ക് 200 ദിറംസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 3 മാസത്തേക്കാണെങ്കിൽ 300 ദിറംസും 4 മാസത്തേക്കാണെങ്കിൽ 400 ദിറംസുമാണ് ഈ ജോബ് സീക്കർ വിസയ്ക്ക് വേണ്ടിയിട്ട് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജോബ് സീക്കർ വിസ ജോലിയൊക്കെ അന്വേഷിച്ച് വരുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വിസ ആയിരിക്കും. അപ്പോൾ ഈ ജോബ് സീക്കർ വിസ എന്താണ്, എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യമേ തന്നെ എന്താണ് ഈ ജോബ് സീക്കർ വിസ എന്നുള്ളത് നോക്കാം. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ യു എയിലോട്ട് ജോലി അന്വേഷിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ട് യു എ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള വിസയാണ് ഈ ജോബ് സീക്കർ വിസ എന്ന് പറയുന്നത്. ഇനി ഈ ജോബ് സീക്കർ വിസ എടുക്കാനായിട്ട് എത്രയാണ് എമൗണ്ട് വരുന്നത് എന്നതും കൂടെ നമുക്ക് നോക്കാം. അതായത് ഞാൻ ഇതും ഓൾറെഡി പറഞ്ഞായിരുന്നു. അതായത് 2 മാസത്തേക്ക് ഈ ജോബ് സീക്കർ വിസയ്ക്ക് ആവുന്നത് 200 ദിറംസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ജോബ് സീക്കർ വിസ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് 1000 ദിറംസും കൂടെ കാണിക്കണം. അതായത് നിങ്ങൾ ആ 1000 ദിറംസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നിങ്ങൾ യു എയിൽ വന്ന് നിങ്ങൾക്ക് ജോബ് ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ വിസ ഈ ജോബ് വിസയിലോട്ട് കൺവേർട്ട് ആയതിനു ശേഷം നിങ്ങൾക്ക് ആ ഫണ്ട് റീഫണ്ടായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ നിങ്ങൾക്ക് ജോബ് ലഭിച്ചില്ല, നിങ്ങളിപ്പോൾ നാട്ടിലോട്ട് തിരിച്ചു പോവുക എന്നുള്ളൊരു സിനാരിയോ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ഫോർ റീഫണ്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആ ഫണ്ട് റീഫണ്ടായി ലഭിക്കുന്നതും ആയിരിക്കും. ഇനി ഈ ജോബ് സീക്കർ വിസയ്ക്കായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം എന്ന് നോക്കാം. അതായത് ഈ ജോബ് സീക്കർ വിസയ്ക്ക് വേണ്ടിയുള്ള ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകളാണ്. അതായത് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് വേണ്ടത് നമ്മുടെ ഡിഗ്രി ഓർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നമ്മൾ ലാസ്റ്റ് 2 ഇയേഴ്സിനുള്ളിലായിരിക്കണം ഈ ഡിഗ്രി ഓർ ഡിപ്ലോമ കംപ്ലീറ്റ് ആക്കിയിരിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡിഗ്രി ഓർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ അണ്ടറിലാണോ ചെയ്തത് ആ യൂണിവേഴ്സിറ്റി യു എ അംഗീകൃതമായിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളതും കൂടെ കൺഫേം ആക്കണം. അതുപോലെ തന്നെ അടുത്ത ഡോക്യുമെൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടാണ്. നമ്മുടെ പാസ്പോർട്ടിന് മിനിമം 6 മാസമെങ്കിലും വാലിഡിറ്റി ബാലൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ റീസെൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ്. ആ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് യു എയിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കണം. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ ബാങ്കിൽ ബാലൻസ് ഉണ്ടെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത്തരം ഡോക്യുമെൻറ്റുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ജോബ് സീക്കർ വിസയ്ക്കായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇത്തരം ഡോക്യുമെൻറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജോബ് സീക്കർ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ പക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജോബ് സീക്കർ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ജോബ് സീക്കർ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, അതിനായിട്ട് ആദ്യമേ ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം GDRFA എന്ന് സെർച്ച് ചെയ്യുക. GDRFA എന്ന് സെർച്ച് ചെയ്യുമ്പോൾ GDRFA ദുബായ് എന്ന് പറയുന്ന ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. അത് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇതിൻ്റെ അകത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് സർവീസസ് എന്നുള്ളത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിന്നും നമുക്ക് എൻട്രി പെർമിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എൻട്രി പെർമിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ചധികം ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും ഇഷ്യൂവൻസ് ഓഫ് എ വിസിറ്റ് വിസ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇവിടെ നിന്ന് ഇഷ്യൂയിങ് എ വിസിറ്റ് വിസ ടു എക്സ്പ്ലോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാനായിട്ട് സാധിക്കും. ഈ പേജിൽ നമുക്ക് ജോബ് സീക്കർ വിസയ്ക്ക് വേണ്ടിയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് റിക്വയർമെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടതെന്നുള്ളത് ഈ റിക്വയർമെൻറ്റിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ തന്നെ സർവീസസ് സ്റ്റെപ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ സർവീസസ് ആണെന്നുള്ളത് അതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് കാണാൻ സാധിക്കും. തൊട്ട് താഴെ തന്നെ അതിന് എന്തൊക്കെ ഫീസുകൾ, അതായത് ജോബ് സീക്കർ വിസയ്ക്ക് എന്തൊക്കെ ഫീസുകളാണെന്നുള്ളതും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷനും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ജോബ് സീക്കർ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യമേ മുകളിൽ കാണുന്ന ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിനുള്ളിൽ വരുന്ന ഫോംസ് എല്ലാം ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യുക. പിന്നെ ഫീസ് അടച്ച് സബ്മിറ്റ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതായിരിക്കും. വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ ജോബ് സീക്കർ വിസ റെഡി ആവുന്നതായിരിക്കും. അത് നമുക്ക് ഈ വിസയായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും.
അപ്പോൾ ഗൈസ്, ജോബ് സീക്കർ വിസ എന്താണ്, എങ്ങനെയാണ് ഈ ജോബ് സീക്കർ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത്, എത്ര രൂപയാണ് എമൗണ്ട് ആവുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ജോബ് സീക്കർ വിസയ്ക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടുത്തുള്ള ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസിയിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഈ ജോബ് സീക്കർ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഇനിയും ഇതുപോലുള്ള പുതിയ UAE അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.